നന്ദികേശം ഹെയർ ഓയിൽ യൂസ് ചെയ്ത ആൾക്കാർ പേഴ്സണലി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അത് നല്ല കൂളിംഗ് എഫക്റ്റ് ആണെന്നുള്ളത്. എന്ത് മാജിക്കാണ് മാഡം ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്? നന്ദികേശത്തിൻ്റെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്ന കറ്റാർവാഴയാണ്. കറ്റാർവാഴ എന്ന് പറയുന്ന അത് തന്നെ തണുപ്പാണ്. അപ്പോൾ അത്രയും നല്ല തണുപ്പ് ഉള്ളൊരു സാധനം നമ്മൾ തലയിലായാലും നമ്മുടെ ബോഡിയിലായാലും ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. തണുപ്പ് നമ്മൾ സ്ട്രെസ്സ് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഭയങ്കരമായിട്ടങ്ങ് നമ്മുടെ ശരീരം ഹീറ്റാകുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബോഡി ഹീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം ഈ ഓയിലിൽ പരീക്ഷിച്ച് നോക്കിയതാണ്. അതായത് കറ്റാർവാഴയുടെ കണ്ടന്റ് കൂടിയിട്ട് എണ്ണ ചെയ്യുമ്പോൾ അത് നമ്മുടെ തലയിൽ തേക്കുന്ന സമയത്ത് തലയ്ക്ക് നല്ല തണുപ്പ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മുടെ ആസ്മ അല്ലെങ്കിൽ തണുപ്പടിക്കാൻ പാടില്ലാത്ത പിന്നെ ആളുകളുണ്ടല്ലോ, അവർക്ക് തണുപ്പടിച്ച് കഴിഞ്ഞാൽ ജലദോഷം അല്ലെങ്കിൽ തലവേദന അങ്ങനെയൊക്കെ വരുന്ന ആളുകളുണ്ട്. അവരുടെ അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ നോർമലി ഉള്ള ആളുകൾക്കെല്ലാം ഇത് ഉപയോഗിക്കുന്നതിലൂടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടും. ഉറക്കം ഒരു മെയിൻ ഘടകമാണല്ലോ സ്ട്രെസ്. നല്ല ഉറക്കം കിട്ടിയാൽ തന്നെ നമ്മുടെ ഒരു ദിവസം ഫുള്ള് ഫ്രഷ് ആയിരിക്കും. അപ്പോൾ നല്ല ഉറക്കം കിട്ടാനായിട്ട് ഇപ്പം IT ഫീൽഡിലൊക്കെ ഉള്ളവർ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ടിരുന്നിട്ട് ജോലി കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് തലയിൽ തേച്ചിട്ട് ഒരു അരമണിക്കൂർ ഇട്ട ശേഷം കിടന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം പകൽ പോലും ആ ഒരു ക്ഷീണം മാറൂല. എന്ന് പറഞ്ഞാൽ ആളുകളെ ഉറക്കുകയല്ല. ഒരാളെന്നെ കസ്റ്റമർ ശരിക്കും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ ഇതിൽ ഉറക്കഗുളി എങ്ങനെ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ശരിക്കും നടന്ന സംഭവം. അങ്ങനെ ഒരു കൂളിംഗ് എഫക്റ്റ് എന്നുള്ളത് നമ്മുടെ ഓയിലിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് സൈഡാണ്. വളരെ നല്ല റിസൾട്ടാണ് അതിൽ ചെയ്യുന്നതിലൂടെ.